കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ അപ്പാർട്ട്മെന്റിലും ഇന്ന് തീപിടുത്തമുണ്ടായി. ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന് പടർന്ന തീയാണ് സമീപത്തെ വാഹനങ്ങളിലേക്കും അപ്പാർട്ട്മെന്റിലേക്കും വ്യാപിച്ചത്. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. പെട്ടെന്ന് പുകയൊക്കെ കണ്ട്, കാരണം ഞങ്ങളുടെ സെൻട്രൽ സ്റ്റേറിൽ നിന്നായിരുന്നു പുക വരുന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിനാണ് പറഞ്ഞ് തീപിടുത്തം ഉണ്ടായി, ഇതേപോലെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോർ ഉള്ളവരാണ് ഇൻഫോം ചെയ്തത്. എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് കുട്ടി വന്ന് ഇറങ്ങിക്കോന്ന് പറയും. പിന്നെ ഞങ്ങൾ നേരെ ആ സെന്റർ കഴിഞ്ഞിട്ട് നേരെ പോകണം. അതെന്ന് വെച്ചിട്ട് റിസ്ക്, കാരണം ലിഫ്റ്റ് തീ പിടിച്ച് ആ ഒരു സീനായപ്പോഴത്തേന് ഇത്രയും പുക വന്നത്. അതിന് മുമ്പ് തന്നെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റിയ, അതാണ് ഏറ്റവും വലിയൊരു കാര്യമായത്. രാത്രി 11 മണിയോടെയായിരുന്നു തീപിടുത്തം. 5 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. ബേസ്മെന്റിലെ വാഹനങ്ങളിൽ തീ പടർന്നതോടെ AC വെന്റുകൾ വഴി 4 നില കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പുകയെത്തി. ഇന്നലെ ഞാൻ ഇവിടെ ഡ്യൂട്ടി ഇരിക്കായിരുന്നു. താഴത്തുനിന്ന് കയറി വന്നിട്ടാണ് വിവരം പറഞ്ഞത്. അപ്പോൾ ഒരു താഴത്തേക്ക് ഇറങ്ങി വെള്ളം കോരി വെച്ചിട്ടും നിന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു, അവർ വന്നു. അതിന് ശേഷമാണ് ഒരു ഇതായത്. ആദ്യം മറ്റേ ഇതിനെ ബൈക്ക് സ്കൂട്ടിക്ക് തീ പിടിച്ചത്, അതിനുശേഷം കാറിൽ പിടിച്ചു. പിന്നെ പൊട്ടിലായപ്പോൾ ഞങ്ങൾ നീങ്ങി പോന്നു. പിന്നെ പൊട്ടലുണ്ടായിരുന്നു, ഏതെന്നറിയില്ല, മൊത്തം തീയും പൊട്ടലായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണച്ചതോടെ വലിയ അപകടം ഒഴിവായി. കെട്ടിടത്തിലെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നെന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്. 24 കൊച്ചി.